മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനും മുൻ സ്പീക്കർ പി തങ്കച്ചനും പീരുമേട് നിയമസഭാംഗമായ വാഴൂർ സോമനും ചരമോപചാരമർപ്പിച്ച് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. 12 ദിവസത്തേക്കാണ് നിയമസഭ ചേരുന്നതെങ്കിലും അതിലേറെ ദിവസങ്ങൾ കത്തിക്കാനുള്ള വിഷയങ്ങളുമായാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭയിലെത്തുക. നിയമസഭാ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ പി തങ്കച്ചൻ, പീരുമേട് നിയമസഭാംഗമായ വാഴൂർ സോമൻ എന്നിവർക്ക് നിയമസഭ ചരമോപചാരമർപ്പിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയൻ രംഗത്തിനും നിയമസഭയ്ക്കും നികത്താനാവാത്ത നഷ്ടമാണ് വാഴൂർ സോമന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും ഈ സഭയിൽ ദീർഘകാലം അംഗവുമായിരുന്ന ശ്രീ വി.എസ്. അച്യുതാനന്ദന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിലെ ഒരു അധ്യായത്തിനാണ് വി.എസിൻ്റെ മരണത്തോടെ തിരശ്ശീല വീണിരിക്കുന്നത്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രവും അതിൻ്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളും കാലാതിവർത്തിയായി നിലകൊള്ളും, തലമുറകൾക്ക് പ്രചോദനവുമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നതിലുപരി കേരള ചരിത്രത്തിലെ പല സുപ്രധാന ഏടുകളെയും വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി കൂടിയായിരുന്നു സഖാവ് വി.എസ്. സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തെ, നവോത്ഥാന മുന്നേറ്റങ്ങളുടെ കാലഘട്ടത്തെ, പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രാരംഭഘട്ടത്തെ എല്ലാം വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ചിരുന്ന വി.എസ്. എന്ന കണ്ണി അറ്റുപോയിരിക്കുകയാണ്. അത് കേരള സമൂഹത്തിനാകെയും പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വിശേഷിച്ചും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിസ്മയകരമായ രാഷ്ട്രീയ ജീവിതമായിരുന്നു വി.എസിൻ്റേതെന്നും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ശ്രദ്ധേയമായ പങ്കുവഹിച്ചെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയ ജീവിതത്തെയാണ് ശ്രീ വി.എസ്. അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നു. അങ്ങവിടെ പറഞ്ഞതുപോലെ ദുരിതപൂർണമായ ബാല്യവും കൗമാരവും പിന്നിട്ട്, സംഭവബഹുലമായ യുവത്വം പിന്നിട്ട്, അനുഭവങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതം, സാധാരണക്കാരോടൊപ്പമുള്ള ഇടപെടലുകൾ എല്ലാം അദ്ദേഹത്തെ ഒരു മികച്ച രാഷ്ട്രീയ നേതാവാക്കി മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മുൻ സ്പീക്കർ പി തങ്കച്ചനും പീരുമേട് നിയമസഭാംഗമായിരുന്ന വാഴൂർ സോമനും വി.ഡി. സതീശൻ ചരമോപചാരം അർപ്പിച്ചു. വി.എസിന്റെ മകൻ വി.എ. അരുൺകുമാർ സഭയിലെ സന്ദർശക ഗ്യാലറിയിലെത്തിയിരുന്നു. സെപ്റ്റംബർ 15 മുതൽ 19 വരെയും 29, 30 തീയതികളിലും ഒക്ടോബർ 6 മുതൽ 10 വരെയും 12 ദിവസമാണ് നിയമസഭ ചേരുക. ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തെങ്കിലും എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഭരണപക്ഷവും ഭരണപക്ഷത്തെ ആരോപണ വിധേയരായ എം.എൽ.എമാർക്കെതിരെ യു.ഡി.എഫും തിരിയുമെന്നാണ് സൂചന. 13 ബില്ലുകളാണ് സഭയുടെ പരിഗണനയ്ക്കെത്തുക. പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ, സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ, ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ, കയർത്തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ എന്നിവയ്ക്കു പുറമെ വനം വന്യജീവി സംരക്ഷണ ബില്ലടക്കം മറ്റു ചില ബില്ലുകളും അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. സെലക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് അയച്ചിരുന്ന പൊതുരേഖാ ബില്ലും പരിഗണിക്കും. സർവകലാശാലകളുടെ കീഴിലുള്ള സർവീസുകളെ സംബന്ധിച്ച കൂടുതൽ ചുമതലകൾ ഭേദഗതി ഓർഡിനൻസിനു പകരമുള്ള ബില്ലും പാസാക്കും. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്